നമസ്കാരം. ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന കരയാക്രമണം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രേതാലയമായി മാറിയിരിക്കുകയാണ് ഗാസ സിറ്റിയും ഗാസയുടെ വിവിധ പ്രദേശങ്ങളും. കഴിഞ്ഞ 3 ദിവസമായി യാതൊരു ഇടതടവുമില്ലാത്ത ആക്രമണമാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങും വെടിയൊച്ചകളും തീയും പുകയും മാത്രം. ഉയർന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ ഇസ്രായേലി സേന വ്യോമാക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. മോസ്കുകൾ തകർത്തു. കഴിഞ്ഞ ദിവസം അൽഷിഫ അടക്കമുള്ള 3 ആശുപത്രികൾ നിലം പതിച്ചു. ആശുപത്രിക്കുള്ളിൽ ഹമാസിന്റെ ഓപ്പറേഷൻ സെന്റർ പ്രവർത്തിച്ചിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്കു പടിഞ്ഞാറ് നിന്നും ഒരേ സമയം ഗാസയിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരമ്പിക്കയറുകയാണ്. 100 കണക്കിന് കവചിത ടാങ്കുകൾ ഗാസ സിറ്റിയുടെ തെരുവുകളിലൂടെ പോകുന്ന കാഴ്ചകൾ പുറത്തു വന്നു. ഭയാനകമായ ഭീതിജനകമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത്. 7.5 ലക്ഷത്തിലധികം ആളുകൾ ജീവനും കൊണ്ട് തെരുവുകളിലൂടെ പായുന്ന ദൃശ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ അധിവസിച്ചിരുന്ന ഗാസ സിറ്റിയിൽ ഇപ്പോൾ നാമമാത്രമായ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാത്ത ആക്രമണം തന്നെയാണ് ഗാസ സിറ്റിയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്നത്. ഹമാസിന്റെ സാന്നിധ്യമുണ്ട് എന്ന് സംശയിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ മാരകമായ ബോംബിംഗ് നടക്കുകയാണ്. ഓരോ രാത്രിയും ഇസ്രായേലിന്റെ വ്യോമസേന മണിക്കൂറുകളുടെ ഇടവേളയിൽ 100 കണക്കിന് സ്ഥലങ്ങളിൽ ബോംബിടുന്നു. തൊട്ടുപുറകെ പുലർച്ചെ മുതൽ ഇസ്രായേലിന്റെ കരസൈന്യവും ഇസ്രായേലിന്റെ പീരങ്കിപ്പടയും ഒക്കെ തന്നെ ആ മേഖലകളിലേക്ക് ഇരമ്പിക്കയറുന്നു. കണ്ണിൽ കണ്ട ഇടങ്ങളെല്ലാം തന്നെ തച്ചു തകർത്ത് മുന്നേറുകയാണ് ഇസ്രായേലി സേന. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗാസയിലെ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ പൂർത്തിയാകുമെന്നും ഗാസയിൽ നിന്ന് ഹമാസിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് തന്നെ കഴിഞ്ഞ മണിക്കൂറിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, എത്രത്തോളം ഘോരമായ യുദ്ധമാണ് ഗാസയുടെ തെരുവുകളിൽ നടക്കുന്നത് എന്നുള്ളത്. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹമാസിന് കഴിയുന്നില്ല. എന്നാൽ ഒറ്റപ്പെട്ട ചില പ്രത്യാക്രമണങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം റഫയ്ക്ക് സമീപം ഒരു കുഴിബോംബ് സ്ഫോടനത്തിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. അതായത് ചാവേറുകളായിട്ടുള്ള ഹമാസിന്റെ ഭീകരന്മാർ ഇസ്രായേലി സേനയുടെ കോൺവോയ് വാഹനം കടന്നു പോകുന്ന സാഹചര്യത്തിൽ റോഡിന് സമീപത്തായി സ്ഫോടനം നടത്തുകയായിരുന്നു. ആ സ്ഫോടനത്തിലാണ് 4 സൈനികർ കൊല്ലപ്പെട്ടത്. 4 സൈനികരും ഇസ്രായേലി സേനയുടെ പാരാട്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തകളും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു. അതുപോലെ തന്നെ ജോർദാൻ ഇസ്രായേൽ അതിർത്തിയിൽ 2 സൈനികരെ ഒരു ജോർദാൻ തീവ്രവാദി വെടിവെച്ചും കുത്തിയും കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ ആദ്യത്തെ ജീവാപായമാണ് ഇസ്രായേലിനുണ്ടായത്. 6 പേർ ഒരു ദിവസം, 6 സൈനികർ ഒരു ദിവസം ഇസ്രായേലി സേനയ്ക്ക് നഷ്ടപ്പെട്ടു. ഇത് ഒരു ഭാഗത്ത്. എന്നാൽ മറുഭാഗത്തോ 100 കണക്കിന് ഹമാസ് ഭീകരവാദികളാണ് ഓരോ ദിവസവും കൊല്ലപ്പെടുന്നത്. എണ്ണപ്പെട്ട ഹമാസിന്റെ പ്രാദേശിക നേതാക്കളെ തെരഞ്ഞു പിടിച്ച് വധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ചെയ്തത്. നുക്മ ഫോഴ്സിന്റെ തലവനെ കഴിഞ്ഞ ദിവസം തീർത്തു. അതുപോലെ ഒക്ടോബർ മാസം 7 കൂട്ടക്കൊലയിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി ഭീകരന്മാരെ കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിലുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഗാസയിലെ ഇസ്രായേലിന്റെ ഘോരമായ യുദ്ധം, മനുഷ്യത്വരഹിതമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ UN ഭാഗത്തു നിന്ന് പല ദിവസങ്ങളായി തുടരുകയാണ്. എന്നാൽ ആരുടെയും വാക്കുകൾ ചെവിക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറല്ല. ഗാസയിലെ അവസാന പോരാട്ടം, അന്ത്യയുദ്ധം, ആ ഗാസയിലെ അന്ത്യയുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും ഉടൻ ഗാസയിലെ ഹമാസിന്റെ എല്ലാ അവസാന ഭീകരനവരെ തീർക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അമേരിക്ക പോലും രോഷാകുലരായിരിക്കുന്നു. കാരണം തെരുവുകളിൽ 100 കണക്കിന് മൃതശരീരങ്ങളാണ് ഇപ്പോൾ കിടക്കുന്നത്. വെറും പ്രേതാലയമായി മാറിയിരിക്കുന്നു ഗാസ. ചോരക്കളമായി ഗാസ മാറിയിരിക്കുന്നു. എങ്ങും മനുഷ്യ ശരീരത്തിന്റെ ഗന്ധങ്ങൾ എന്ന് അവിടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഗാസയിലെ യുദ്ധം മാറിയിരിക്കുകയാണ്.